ഞാൻ ഈ ചോദ്യം പലരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് പലരും യൂട്യൂബർമാരൊക്കെ എന്നെ വിളിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ആർക്കും പിടികൊടുത്തിട്ടില്ല, സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് രേണുസുധിയെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം എന്താ അറിയോ? അങ്ങനെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറും രേണുസുധിക്ക് സപ്പോർട്ടായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ രേണുസുധി പാവമാണ്, കഷ്ടപ്പാടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണുമല്ലോ. അപ്പൊ ആ ഒരു അഭിപ്രായം ടീച്ചറിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നമുക്കത് മുഴുവനായിട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരുന്നോളൂ. പലരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് പലരും യൂട്യൂബർമാരൊക്കെ എന്നെ വിളിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ആർക്കും പിടികൊടുത്തിട്ടില്ല, സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് രേണുസുധിയെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം എന്താ അറിയോ? ആ സിനിമ, സീരിയൽ അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നു, അത് ഇത് കണ്ണി കണ്ട പരിപാടികളെല്ലാം ആർട്ടിസ്റ്റുകൾക്ക് കിട്ടും. ആർട്ടിസ്റ്റുകൾ തന്നെ വേണമല്ലോ അതിന്, അല്ലാതെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? അല്ലാതെ വഴിയെ പോണ ആരെങ്കിലും കൊണ്ടുവന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് ആയത് എങ്ങനെയാണ് രേണുസുധി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിന് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ഭാഗ്യം എപ്പോഴാണ് ദൈവം കനിയണമെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏത് മനുഷ്യനും. എപ്പോഴാണ് ഭാഗ്യം അല്ലേ? ആ ഭാഗ്യത്തിൽ ഒന്നാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോഴും അതൊരു ഭാഗ്യമാണ്. ആർക്കാണ് എപ്പോഴാണ് അടിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മഹാഭാഗ്യമാണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ രേണുസുധി ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയുള്ളൂ. അവൾ സുധിയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധി. ഞാൻ കോമഡിയൊക്കെ സുധിയുടെ ഇഷ്ടം പോലെ കാണുന്നത്. ആൾക്കാരെ ചിരിപ്പിക്കാനൊക്കെ നല്ലപോലെ അറിയാം. പാവം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയി. പിന്നെ രേണുസുധി ഒരുപാട് സാമ്പത്തികമുള്ള വീട്ടിലൊരു കുട്ടിയൊന്നുമല്ല. അവൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് വന്നു അഭിനയിക്കാനോ എന്തിനോ ആയിക്കോട്ടെ. ആ കുട്ടി ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, കുറേ ആൽബങ്ങൾ ചെയ്യുന്നുണ്ട്, വെളിനാടുകളിലൊക്കെ പോകുന്നുണ്ട്. അത് ആ കുട്ടിയുടെ ഭാഗ്യമല്ലേ? അങ്ങനെ വേണ്ടേ കാണാനായിട്ട്? അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ എന്താണ് വലിയ വലിയ നടികളും നടന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ. അവർക്കൊന്നും പ്രശ്നങ്ങളില്ലേ? അപ്പോൾ അതൊന്നും ആൾക്കാരൊന്നും പറയണ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഒരു കുട്ടി രംഗത്ത് വന്നു. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ആ കുട്ടിയുടെ സൗന്ദര്യത്തിനെ പറയണു. ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പല്ലിനെ കുറിച്ച് പറയണം. ഇതിനൊക്കെ പോകുന്നത്? ദൈവം എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം നൽകും? ഇല്ല. ഇതൊന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നേരത്തെ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നല്ല അഭിപ്രായം ഞാൻ പറയുള്ളൂ. ഓക്കെ. ടീച്ചർ പറയുന്നത് ആള് ഭയങ്കര പാവമാണ്, പക്ഷെ ടീച്ചർ ഒന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് കരകയറി വരാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് സ്വന്തം കഴിവിൽ നിന്നല്ല വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു കൊല്ലം സുധിയുടെ പേര് വെച്ചിട്ടാണ് മുന്നിലേക്ക് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു പേരിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ഇത്രയും എത്തിച്ചിട്ടും ആരും അതൊന്നും പറയുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ടീച്ചറിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഇല്ലെങ്കിൽ തിരുത്തിയെങ്ങാനും പറഞ്ഞ ടീച്ചറിന് തെറിവിളിയായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞതായിരിക്കും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം.